ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ് ചുങ്കത് ജ്വല്ലറി. ജില്ലാ സഹകരണ ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ശാഖയിൽ വൻ വെട്ടിപ്പ്. സ്വർണം പണയം വെച്ച് 5,19,00,000 രൂപ തട്ടിയെടുത്തു. വിരമിച്ച മാനേജർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ഏങ്ങണ്ടിയൂരിൽ പ്രവാസി വ്യവസായികളുടെ ഉടമസ്ഥതയിലുള്ള വെളിച്ചെണ്ണ ഫാക്ടറി കത്തിനശിച്ചു. 1.5 കോടി രൂപയുടെ നഷ്ടം. സ്റ്റാർ ഗ്രൂപ്പിന്റെ ധിക്കാരപരമായ നിലപാടിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. സിഒഎ ബുധനാഴ്ച കൊച്ചിയിലെ ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കൊരട്ടി മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കർശന നിർദ്ദേശം. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് അവസാനിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അന്ത്യശാസനം. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന തൃശൂർ KSRTC സ്റ്റാൻഡിൽ അനധികൃത ക്യാന്റീൻ നിർമ്മാണം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് പുതിയ ക്യാന്റീൻ സ്ഥാപിക്കുന്നതെന്ന് ആക്ഷേപം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വേലൂപ്പാടം പൌണ്ട് കാരിക്കുളം മേഖലയിൽ വീണ്ടും മഞ്ഞപ്പിത്തം പടരുന്നു. പ്രദേശത്ത് 21 പേർക്ക് രോഗലക്ഷണം കണ്ടെത്തി. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ കരയിലുള്ള മരങ്ങൾ സ്വകാര്യ വ്യക്തി അനധികൃതമായി മുറിച്ചുമാറ്റിയ സംഭവം അന്വേഷിക്കാൻ റവന്യൂ സംഘമെത്തി. മരങ്ങൾ മുറിച്ചുമാറ്റിയതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജില്ലാ സഹകരണ ബാങ്ക് കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിൽ സ്വർണ്ണപ്പണയ ഇടപാടിൽ 5 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ്. മുൻ മാനേജർക്കെതിരെ ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകി. ജില്ലാ സഹകരണ ബാങ്ക് കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിലെ 6 ജീവനക്കാരെയും ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ നവംബർ 30 ബാങ്കിൽ നിന്ന് വിരമിച്ച ബ്രാഞ്ച് മാനേജർ പറവൂർ പെരുവാരം മുല്ലശ്ശേരി വീട്ടിൽ KB ജാൻസമ്മയ്ക്കെതിരെയാണ് ജില്ലാ ബാങ്ക് കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് മാനേജർ ഷൈല കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗമാണ് കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിലെ 6 ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്യുവാൻ തീരുമാനിച്ചത്. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാമിന് ലഭിച്ച ഒരു രഹസ്യ സന്ദേശത്തെ തുടർന്ന് ബാങ്കിലെ 3 ഉയർന്ന ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഈ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് ബാങ്ക് അധികൃതരെ ഞെട്ടിക്കുന്ന തട്ടിപ്പ് പുറത്തുവന്നത്. 5,19,70,556 രൂപയോളമാണ് ഇവർ തട്ടിപ്പ് നടത്തിയായി ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. സംഖ്യ ഇനിയും കൂടുവാനാണ് സാധ്യതയെന്നറിയുന്നു. പല ഘട്ടങ്ങളിലായി പണയം വെച്ച 124 പൊതി സ്വർണത്തിലാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസിന് നൽകിയ പരാതിയിൽ ബാങ്ക് പറയുന്നത്. തട്ടിപ്പ് നടത്തുവാൻ പണയപ്പെടുത്തിയ സ്വർണം പൊതുജനങ്ങളുടേതല്ല. തട്ടിപ്പ് നടത്തിയ ബാങ്ക് മാനേജറുടെ സ്വർണം ഇവിടെ നിന്നും വായ്പയെടുത്ത കുടുംബശ്രീ അംഗങ്ങളുടെ പേരിൽ പണയപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 5 പവൻ സ്വർണം പണയം വയ്ക്കുമ്പോൾ 10 പവൻ സ്വർണത്തിനുള്ള പണമാണ് ഇവർ എഴുതിയെടുത്തിരുന്നത്. ജാൻസമ്മ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് 2 മാസം മുമ്പ് മുതലാണ് തട്ടിപ്പ് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ബാങ്ക് ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ പണയം വെച്ച സ്വർണവും കൊടുത്ത പണവും കൃത്യമായിരുന്നു. എന്നാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വലിയ തോതിൽ സ്വർണ്ണപ്പണയ തട്ടിപ്പ് നടന്നത്. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാമും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസം കൊടുങ്ങല്ലൂരിൽ ക്യാമ്പ് ചെയ്താണ് ബാങ്കിന്റെ ആഭ്യന്തരാന്വേഷണത്തിന് നേതൃത്വം നൽകിയതും തുടർന്ന് പോലീസ് നടപടികൾ ആരംഭിച്ചതും. മുൻ മാനേജർ ജാൻസമ്മയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്നറിയുന്നു. ജാൻസമ്മ നടത്തിയ വൻ തട്ടിപ്പിനെ മറ്റു ജീവനക്കാർ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണത്തിൽ അറിയാൻ കഴിയുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. TCV കൊടുങ്ങല്ലൂർ. ഏങ്ങണ്ടിയൂർ മണപ്പാടിൽ പ്രവാസി വ്യവസായികളുടെ ഉടമസ്ഥതയിലുള്ള വെളിച്ചെണ്ണ ഫാക്ടറി കത്തിനശിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 അഗ്നിബാധ. 1.5 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നു. ഏങ്ങണ്ടിയൂർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ പ്രവർത്തിക്കുന്ന അൽ മലബാർ കോക്കനട്ട് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫാക്ടറിയാണ് കത്തിനശിച്ചത്. ഫാക്ടറിയിലെ അന്യസംസ്ഥാന തൊഴിലാളിയാണ് തീപിടുത്ത വിവരം ആദ്യം അറിയുന്നത്. ഇയാൾ ഉടനെ ഇക്കാര്യം ഓഫീസ് ജീവനക്കാരെ വിളിച്ചറിയിക്കുകയായിരുന്നു. വാടനപ്പള്ളി പോലീസ്, ഹൈവേ പോലീസ്, തൃശൂർ ഗുരുവായൂർ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എന്നിവർ ഉടനെ സ്ഥലത്തെത്തി. തുടർന്ന് 1 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീയണച്ചത്. പാക്കിംഗ് മെഷീൻ, എക്സ്പെല്ലർ, ഫിൽട്ടർ മെഷീനുകൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. കയറ്റി അയക്കാൻ ശേഖരിച്ചു വെച്ചിരുന്ന 25 ലക്ഷം രൂപയുടെ വിവിധതരം വെളിച്ചെണ്ണയും നാളികേരപ്പാലും തീപിടുത്തത്തിൽ നശിച്ചു. വെർജിൻ, പ്രീമിയം വെളിച്ചെണ്ണകൾ, സാധാരണ വെളിച്ചെണ്ണ, നാളികേരപ്പാൽ എന്നിവയാണ് നശിച്ചത്. സെന്റർഫ്യൂസ് മെഷീൻ, ഹൈഡ്രോളിക് പ്രസിംഗ് മെഷീൻ, മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയും കത്തിനശിച്ചു. 1600 കിലോ നാളികേര പൌഡറും നശിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ശേഖരിച്ച മുറിയിൽ നിന്നാണ് തീ പടർന്നത്. ശക്തമായ തീപിടുത്തത്തിൽ ഫാക്ടറിയുടെ ഷട്ടറുകൾ, വാതിലുകൾ, ജനലുകൾ എന്നിവ പൂർണ്ണമായും തകർന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പൊക്കുളങ്ങര സ്വദേശി KV മോഹനനാണ് ഫാക്ടറിയുടെ ചെയർമാൻ. 5 വർഷം മുൻപാണ് മോഹനൻ ഉൾപ്പെടെ ഏതാനും പ്രവാസി വ്യവസായികൾ ചേർന്ന് ഫാക്ടറി ആരംഭിച്ചത്. പച്ചത്തേങ്ങയിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവുമാണ് കമ്പനി ലക്ഷ്യമിട്ടത്. 100ഓളം പേരാണ് ഫാക്ടറിയുടെ ഉൽപാദന വിപണന രംഗത്ത് തൊഴിൽ ചെയ്തിരുന്നത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി PA വർഗീസ്, വലപ്പാട് CI R രതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. TCV തൃപ്രയാർ. സ്റ്റാർ ഗ്രൂപ്പിന്റെ ധിക്കാരപരമായ നിലപാടിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. സിഒയെ ബുധനാഴ്ച ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. വെള്ളിയാഴ്ച മുതലാണ് സ്റ്റാർ ഗ്രൂപ്പ് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഏകപക്ഷീയമായി ഓഫ് ചെയ്തത്. 200% നിരക്ക് വർധനവാണ് റൂബർട്ട് മർഡോക്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ചാൽ ഉപഭോക്താക്കളുടെ കേബിൾ വരിസംഖ്യ കുത്തനെ ഉയരും. ഇതിനാൽ സ്റ്റാർ ഗ്രൂപ്പിന്റെ ആവശ്യത്തെ സിഒയെ എതിർക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ 40% നിരക്ക് വർധനവാണ് സ്റ്റാർ ഗ്രൂപ്പ് അടിച്ചേൽപ്പിച്ചത്. ഏഷ്യാനെറ്റ് ഓഫ് ചെയ്ത് പ്രേക്ഷകരെ സമ്മർദ്ദത്തിലാക്കി കാര്യം നേടാനാണ് സ്റ്റാർ ഗ്രൂപ്പിന്റെ ശ്രമം. എന്നാൽ ഈ നടപടിയെ പ്രേക്ഷകർ തന്നെ പുച്ഛിച്ച് തള്ളുകയാണുണ്ടായത്. സ്റ്റാർ ഗ്രൂപ്പിന്റെ നടപടിക്കെതിരെ പ്രേക്ഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കുത്തക കമ്പനിയുടെ ധാർഷ്ട്യപൂർവ്വമുള്ള നിലപാടിനെതിരെ സിഒയെ സമരം ശക്തമാക്കുകയാണ്. ബുധനാഴ്ച എറണാകുളത്തെ ഏഷ്യാനെറ്റ് ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് പേർ അണിനിരക്കും. TCV തൃശൂർ. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ കൊരട്ടി മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന് കർശന നിർദ്ദേശം. യോഗ തീരുമാനമനുസരിച്ച് കമ്പനിയോട് വിശദീകരണം തേടാനും പ്രവൃത്തി സംബന്ധിച്ച സമയക്രമം അറിയിക്കാനും ജില്ലാ കളക്ടർ ഡോക്ടർ A കൌശികന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ അവലോകന യോഗം തീരുമാനിച്ചു. കളക്ടർ ഡോക്ടർ A കൌശികന്റെ സാന്നിധ്യത്തിൽ ചാലക്കുടി MLA BD ദേവസി, മറ്റ് തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ എന്നിവരാണ് യോഗം ചേർന്നത്. കമ്പനി ഉപേക്ഷ കാട്ടിയാൽ ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന നിലയ്ക്ക് കൈക്കൊള്ളുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. കരാർ അനുസരിച്ചുള്ള സർവീസ് റോഡുകൾ, കാനകൾ, കൈവരികൾ, തെരുവുവിളക്കുകൾ, സിഗ്നലുകൾ എന്നിവ സ്ഥാപിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് തയ്യാറാകുന്നില്ലെന്നും ഇതുമൂലം നിരവധി പേരുടെ ജീവൻ റോഡിൽ പൊലിഞ്ഞെന്നും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കൊല്ലം തോറും ടോൾ നിരക്ക് ഉയർത്തി നാട്ടുകാരിൽ നിന്ന് കോടികൾ പിരിക്കുന്ന കമ്പനി ജനതാൽപര്യം മാനിക്കുന്നില്ലെന്നും പലതവണ അവലോകന യോഗങ്ങളിൽ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കാതെ ധിക്കാരപരമായി ഇടപെടുകയാണെന്നും BD ദേവസി MLA കുറ്റപ്പെടുത്തി. ഭാഗികമായി നിർമ്മിച്ച കാനകൾ മൂലം മുരിങ്ങൂർ, ചാലക്കുടി, കൊരട്ടി ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണെന്നും പലയിടങ്ങളിലും കാനകൾ മനുഷ്യജീവന് ഭീഷണിയാണെന്നും MLA പറഞ്ഞു. സിഗ്നലുകളിലെ തകരാറും കൈവരികളുടെ അഭാവവും മൂലം അപകടങ്ങൾ പതിവാണെന്നും കരാർ കമ്പനിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കമ്പനിക്കെതിരെ ജനരോഷം രൂക്ഷമാണെന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ കളക്ടർ ഉത്തരവിട്ടത്. വെള്ളക്കെട്ടുകൾ മാറ്റുക, കുഴികൾ നികത്തുക, കാനകൾ തുറക്കുക തുടങ്ങിയ പ്രവൃത്തികൾ അക്കമിട്ട് എഴുതി കമ്പനിക്ക് കൈമാറി. സമയക്രമമനുസരിച്ച് ഇവ നടപ്പാക്കിയില്ലെങ്കിൽ ടോൾ പിരിവ് തടയുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടിവരുമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി. കമ്പനിയുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ ബഹുജനരോഷത്തെ നേരിടേണ്ടിവരുമെന്ന് ജനപ്രതിനിധികളും വ്യക്തമാക്കി. സംഭവത്തിന്റെ ഗൌരവം മനസ്സിലാക്കി കളക്ടറും ജനപ്രതിനിധികളും കമ്പനി ഉദ്യോഗസ്ഥരും ദേശീയപാത സന്ദർശിച്ചു. ഫെബ്രുവരിക്കുള്ളിൽ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് CEO AV സൂരജ്, ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ CT എബ്രഹാം, RTO മുരളീകൃഷ്ണൻ, പോലീസ് പ്രതിനിധികൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. വാർത്തകൾ തുടരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വേലൂപ്പാടം പൌണ്ട് കാരിക്കുളം മേഖലയിൽ വീണ്ടും മഞ്ഞപ്പിത്തം പടരുന്നു. പ്രദേശത്ത് 21 പേർക്ക് രോഗലക്ഷണം കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഒരാൾ കൊച്ചി അമൃത ആശുപത്രിയിലും മറ്റൊരാൾ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 1 മാസം മുൻപ് മേഖലയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 70ഓളം പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. പലയിടങ്ങളിൽ നിന്ന് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സൽക്കാരങ്ങളും പൊതുഭക്ഷണ വിതരണവും നടത്തുന്നവർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ വിവരമറിയിച്ച് അനുമതി വാങ്ങണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മേഖലയിൽ കിണറുകളും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളും ശുചീകരിക്കണമെന്നും ഹോട്ടലുകൾ, കടകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ആരോഗ്യവകുപ്പിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന തൃശൂർ KSRTC സ്റ്റാൻഡിൽ അനധികൃത കാന്റീൻ നിർമ്മാണം നടക്കുന്നതായി ആക്ഷേപം. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിലവിലുണ്ടായിരുന്ന കാന്റീനിൽ ഇന്ത്യൻ കോഫി ഹൌസ് അനുവദിച്ച സാഹചര്യത്തിൽ ഈ നീക്കത്തെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് പുതിയ കാന്റീൻ സ്ഥാപിക്കുന്നതെന്നാണ് പരാതി. ഓപ്പൺ ടെൻഡർ വിളിക്കാതെയും കോർപ്പറേഷൻ അനുമതി വാങ്ങാതെയുമാണ് കാന്റീൻ നിർമ്മാണമെന്നാണ് ആരോപണം.
KSRTC MDയുടെ അനുമതിയുണ്ടെന്നാണ് വിശദീകരണമെങ്കിലും നിലവിലെ പാർക്കിംഗ് സ്ഥലം കയ്യേറിയാണ് നിർമ്മാണം നടക്കുന്നത്. KSRTC സ്റ്റാൻഡിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ ഗാരേജ് അടക്കമുള്ളവ ഇവിടെ നിന്ന് നീക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇത്തരമൊരു അനധികൃത നിർമ്മാണം. നിലവിൽ 101 ബസ്സുകളാണ് KSRTC സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നത്. സ്ഥല സൗകര്യമില്ലാത്തതിനാൽ റോഡരികിൽ ബസ്സുകൾ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ തിരക്കിട്ട് ചെയ്യുന്ന ക്യാന്റീൻ നിർമ്മാണം ദുരൂഹമായ നടപടിയെന്നാണ് യാത്രക്കാരുടെയും ബന്ധപ്പെട്ടവരുടെയും പക്ഷം. ന്യൂസ് ഡെസ്ക് TCV. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ കരയിലുള്ള മരങ്ങൾ സ്വകാര്യ വ്യക്തി അനധികൃതമായി മുറിച്ചു മാറ്റിയ സംഭവത്തിൽ തുടരന്വേഷണത്തിനായി റവന്യൂ സംഘമെത്തി. ചാവക്കാട് തഹസിൽദാർ മുഹമ്മദ് റഫീഖ്, എളവള്ളി വില്ലേജ് ഓഫീസർ ജാസൻ, സൂപ്രണ്ട് P. ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. BTR പ്രകാരം നികുതിയില്ലാത്ത വിഭാഗത്തിൽപ്പെട്ട കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത്. എല്ലാ വർഷവും പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട വരുമാനം എടുത്തുവരുന്നതാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ അതിർത്തി സർവേ നടത്തി നിർണ്ണയിക്കും. ഇതിനായി പ്രത്യേക സർവേ ടീമിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും സർവേ സംഘം വ്യക്തമാക്കി. പണ്ടറക്കാട് പള്ളിത്താഴം റോഡിൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ 300 മീറ്റർ നീളത്തിൽ കരയോട് ചേർന്ന ഭൂമിയിലെ 40 ലക്ഷത്തോളം വിലമതിക്കുന്ന മരങ്ങളാണ് സ്വകാര്യ വ്യക്തി യന്ത്രസഹായത്തോടെ 3 ദിവസങ്ങൾക്കുള്ളിൽ മുറിച്ചു കടത്തിയത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം TCV വാർത്ത നൽകിയിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. എളവള്ളി പഞ്ചായത്തിലെ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ കരയിലുള്ള മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സ്വകാര്യ വ്യക്തി അനധികൃതമായി 30-ലേറെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിന് പിന്നിൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്ക് ബന്ധമുണ്ടെന്നും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പാർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി A. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നാരായണൻ തൂവാരെ അധ്യക്ഷനായിരുന്നു. പ്രവീൺ പറങ്ങനാട്ട്, സബീഷ് മരതിയൂർ, ജസ്റ്റിൻ ജേക്കബ്, PG ഗിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലീഡറുടെ ഓർമ്മകൾക്ക് 5 വയസ്സ്. പക്ഷേ ആ പേരിനും പെരുമയ്ക്കും മരണമില്ല. ഡിസംബർ 23 ലീഡർ K. കരുണാകരന്റെ 5ാം ചരമവാർഷികം. അന്നും ഇന്നും ലീഡർക്ക് തുല്യം ലീഡർ മാത്രം. കണ്ണൂരിൽ പിറന്ന് തൃശൂരിന്റെ മണ്ണിൽ നിന്നും നേതാവായി വളർന്ന K. കരുണാകരനെ ലീഡർ എന്ന് വിളിച്ചത് കേരള ജനതയാണ്. 2010 ഡിസംബറിൽ ക്രിസ്മസിനെ നാടൊരുങ്ങവെയാണ് ലീഡർ വിട പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം K. കരുണാകരൻ എന്ന പേരില്ലാതെ പൂർണ്ണമാവില്ല. ദേശീയ രാഷ്ട്രീയത്തോളം വളർന്നപ്പോഴും തൃശൂരിനോടും ഗുരുവായൂരപ്പനോടും ലീഡർ എന്നും ചേർന്നു നിന്നു. മുഖ്യമന്ത്രിയായാലും കേന്ദ്രമന്ത്രിയായാലും K. കരുണാകരന് തുല്യം കരുണാകരൻ മാത്രം. ഇച്ഛാശക്തിയിലും പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനുള്ള കരുത്തിലും ആ വ്യക്തിത്വം വേറിട്ടു നിന്നു. എന്തും കണ്ണിറുക്കിയുള്ള ചിരിയോടെ നേരിടുമ്പോഴും നിശ്ചയദാർഢ്യം പ്രകടമായിരുന്നു. അപൂർവം രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിക്കുന്ന വിധം വലിയ ആരാധക വൃന്ദവുമുണ്ടായിരുന്നു ലീഡർക്ക്. അണികൾക്ക് ഇന്നും ലീഡർ എന്ന വാക്കുപോലും ആവേശമാണ്. തൃശൂരിന്റെ മണ്ണും K. കരുണാകരന്റെ പേരും തമ്മിൽ ഇഴമുറിക്കാനാവാത്ത അടുപ്പമുണ്ട്. ആഗ്രഹം പോലെ തൃശൂരിന്റെ മണ്ണിൽ തന്നെ അദ്ദേഹം ഉറങ്ങുന്നു, മുരളി മന്ദിരത്തിൽ. എത്ര ചരമവാർഷികങ്ങൾ കഴിഞ്ഞാലും ആ പേരിനും പെരുമയ്ക്കും കുറവ് വരുമെന്ന് തോന്നുന്നില്ല. അതാണ് ലീഡർ K. കരുണാകരൻ. TCV തൃശൂർ. അസാന്നിധ്യം കൊണ്ടുപോലും സാന്നിധ്യമായി മാറുകയാണ് ലീഡർ K. കരുണാകരൻ. പാർട്ടി പത്രത്തിലെ മുഖപ്രസംഗത്തിൽ ലീഡറിനെ കൂട്ടുപിടിച്ചാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പത്രം ഒളിയമ്പെയ്തിട്ടുള്ളത്. ലീഡറുടെ ഓർമ്മകൾക്ക് 5 വയസ്സ് തികയുമ്പോഴും ചർച്ചകളിൽ നിറയുന്നത് അദ്ദേഹത്തിന്റെ മഹത്തായ നേതൃപാടവവും കർമ്മകുശലതയുമാണ്. കരുണാകരനുണ്ടായിരുന്നെങ്കിൽ എന്ന വാക്ക് കോൺഗ്രസുകാർ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന കാലമാണിതെന്ന് പാർട്ടി പത്രം തന്നെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. കോൺഗ്രസിനെ പെരുവഴിയിൽ കെട്ടിയ ചെണ്ട പോലെ ആരെയും കൊട്ടാൻ അനുവദിക്കാതെ മുന്നണിയെ നയിച്ച ധീരമായ നേതൃത്വം അടിവരയിടുമ്പോൾ അത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഒളിപ്പോരായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അമിത വിധേയത്വം പുലർത്താതെ സർവ്വ സമുദായങ്ങളെയും സൗഹൃദത്തോടെ ഒപ്പം കൊണ്ടു നടന്ന കർമ്മകുശലതയും ആജ്ഞകളെ ധിക്കരിക്കാൻ ഏവരും പേടിച്ചിരുന്ന ഭരണ നൈപുണ്യവും തലയിരിക്കുമ്പോൾ വാലാടാൻ അനുവദിക്കാത്ത കർക്കശവും സഹപ്രവർത്തകർ പോലും ഭരണഘടനാ വിധേയമായ ലക്ഷ്മണരേഖ മറികടക്കാൻ മടികാണിച്ചിരുന്ന കാലവുമെല്ലാം പരാമർശിക്കുന്ന മുഖപ്രസംഗം പറയാതെ പറയുന്ന കുറെ കാര്യങ്ങൾ നിലവിലെ ഭരണ സംവിധാനത്തിന് നേരെയുള്ള വിമർശനങ്ങളാണെന്ന ചർച്ചയാണ് സജീവമായിട്ടുള്ളത്. വികസന കാര്യത്തിൽ പ്രകടിപ്പിച്ച ദീർഘവീക്ഷണവും തീരുമാനങ്ങളെടുക്കാനും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാനും കാണിച്ച ഇച്ഛാശക്തിയും സാമുദായിക സൌഹാർദ്ദം കാത്തുപോരാനും ഭരണപരമായും രാഷ്ട്രീയപരമായും പ്രതിസന്ധികളെ നേരിടാൻ കാണിച്ച ചങ്കൂറ്റവും ഇന്നും ചർച്ച ചെയ്യപ്പെടുകയാണ്.
ലീഡർ എന്ന വിശേഷണം അന്വർത്ഥമാക്കിയ ചാണക്യതന്ത്രങ്ങളുടെ ഉപജ്ഞാതാവായ കരുണാകരൻ എന്ന യഥാർത്ഥ നേതാവിന്റെ പ്രസക്തി കാലം പിന്നിടുമ്പോൾ വർദ്ധിക്കുക തന്നെയാണ്. ലീഡർ രാഷ്ട്രീയ തട്ടകമാക്കിയ രാമനിലയത്തിനു സമീപത്തെ ടൗൺഹാളിനു മുന്നിലും പൂങ്കുന്നത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മകളുറങ്ങുന്ന മുരളി മന്ദിരത്തിന് വെളിപ്പാടകലെയുള്ള പടിഞ്ഞാറേക്കോട്ടയിലും തലയുയർത്തി നിൽക്കുന്നതിനേക്കാൾ ഉയരത്തിൽ ആരാധകരുടെ മനസ്സിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ഓർമ്മകളുടെ ആകാശത്ത് അമാനുഷിക രൂപമായി ലീഡർ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഓർമ്മകൾക്ക് 5 വയസ്സ് പിന്നിടുന്ന ഈ വേളയിലും. ന്യൂസ് ഡെസ്ക് TCV. സാമൂഹിക പ്രവർത്തക ദയാബായിയെ KSRTC ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട് അപമാനിച്ച സംഭവത്തിൽ കണ്ടക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് വടക്കഞ്ചേരി ഡിപ്പോയിലെ ജീവനക്കാരനായ ഷൈലനെതിരെയാണ് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ ഷൈലനെയും ബസ് ഡ്രൈവർ യൂസഫിനെയും അന്വേഷണ വിധേയമായി കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. തൃശൂരിൽ നിന്ന് ആലുവയിലേക്ക് പോകുന്നതിനിടയിലാണ് ദയാബായിയെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടത്. ശനിയാഴ്ച രാത്രി 7:30യോടെയായിരുന്നു സംഭവം. ദയാബായിയെ അപമാനിച്ചെന്ന വാർത്ത പുറത്തുവന്നതോടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്ന് കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. നൂറടി തോടിന്റെ ബണ്ട് പൊട്ടിയതിനെ തുടർന്ന് കാട്ടകമ്പൽ താമരവട്ടം പാടശേഖരം പൂർണ്ണമായും വെള്ളത്തിലായി. ചൊവ്വാഴ്ച വൈകിട്ട് 6ഓടെ പമ്പ് ഹൌസിന് സമീപത്തായി ബണ്ടിന്റെ അടിയിലായി 10 മീറ്റർ വ്യാസത്തിലാണ് മണ്ണ് അടർന്നു വീണത്. ഇതടയ്ക്കാൻ ശ്രമം നടത്തിയപ്പോഴേക്കും അടുത്ത ഭാഗത്തുകൂടി മണ്ണിടിഞ്ഞു വീണു. താമരവട്ടം പാടശേഖരത്തിൽ 45 ഏക്കർ കൃഷിഭൂമിയാണ് ഉള്ളത്. ബുധനാഴ്ച രാവിലെ കൃഷിയിറക്കാൻ പാടം സജ്ജമാക്കിയിരുന്നതായി കർഷകർ പറയുന്നു. പാടശേഖരം മുഴുവൻ വെള്ളത്തിനടിയിലായതോടെ ഇത്തവണ ഇനി കൃഷിയിറക്കാൻ ആകില്ലെന്നാണ് കർഷകർ പറയുന്നത്. ബണ്ട് തകർന്നതിനെ തുടർന്ന് മേഖലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ വടക്കേപ്പടവിലെ കർഷകരും ആശങ്കയിലാണ്. ഹർത്താൽ നിയന്ത്രണ ബില്ലിനെ എതിർക്കുന്നവർ ലോകത്ത് സമരങ്ങളുടെയും പ്രതിഷേധ മുറകളുടെയും മുഖം മാറുന്നത് തിരിച്ചറിയണമെന്ന് കോൺഗ്രസ് വക്താവ് MM ഹസൻ പറഞ്ഞു. ഹർത്താൽ വിമുക്ത കേരളം എന്ന പേരിൽ ജനശ്രീ മിഷൻ തൃശൂരിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയും ഹിതപരിശോധനയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ സമയം ജോലി ചെയ്ത് പ്രതിഷേധിക്കുന്ന സമരമുറകളടക്കമുള്ള മാറ്റങ്ങൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ മൌലികാവകാശം കവർന്നെടുക്കുന്ന സമരമുറകൾ ഉപേക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചു. കേരളത്തിൽ ഹർത്താൽ ആചരിക്കുകയല്ല, ആഘോഷിക്കുകയാണ്. 20 വർഷം മുമ്പേ ഹർത്താലിനെതിരെയുള്ള പോരാട്ടം താൻ ആരംഭിച്ചതാണ്. ബന്ദ് നിരോധിച്ച് കോടതി നടപടി സ്വീകരിച്ചപ്പോൾ ഹർത്താൽ എന്ന പേരിൽ ബന്ദ് വീണ്ടും നടപ്പാക്കുകയായിരുന്നു. ഹർത്താൽ നിരോധിച്ചാൽ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലാതാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സമരമുറകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപേക്ഷിക്കേണ്ട കാലമായെന്നും MM ഹസൻ പറഞ്ഞു. കോർപ്പറേഷൻ മുന്നിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തേറമ്പൽ രാമകൃഷ്ണൻ MLA, സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ, പ്രൊഫസർ M മാധവൻകുട്ടി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് M ജയപ്രകാശ്, MK പോൾസൺ, KV ദാസൻ, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഓർമ്മകളുടെ സാംസ്കാരിക നഗരിയുടെ അനാദരം തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും വൈലോപ്പിള്ളിയുടെ നാമധേയത്തിലുള്ള റോഡിൽ തകർന്നു കിടക്കുന്ന നാമകരണ ബോർഡ് നേരെയാക്കാൻ പോലും അധികാരികൾ തയ്യാറായില്ല. 30ാം ചരമ വാർഷികത്തിലും വൈലോപ്പിള്ളി സാംസ്കാരിക സമുച്ചയമെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായില്ല. ഇത് വൈലോപ്പിള്ളിയുടെ 30ാം ചരമവാർഷികത്തിൽ സാംസ്കാരിക നഗരിയിൽ നിന്നുള്ള കാഴ്ചയാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ റോഡ് എന്ന് നാമകരണം നടത്തി സ്ഥാപിച്ച ബോർഡ് ഏതോ വാഹനമിടിച്ച് ഒടിഞ്ഞു തൂങ്ങിയിട്ട് മാസം 8 കഴിഞ്ഞു. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപത്ത് മഹാകവിയുടെ പാദസ്പർശമുറങ്ങുന്ന മണ്ണിൽ നിലകൊള്ളുന്ന ഈ ബോർഡ് നേരെയാക്കണമെന്ന എളിയ ആവശ്യം വൈലോപ്പിള്ളി സ്മാരക സമിതി 6 തവണയാണ് പരാതിയായി കോർപ്പറേഷനോട് ഉന്നയിച്ചത്. വെള്ളാനകളുടെ നാടെന്ന സിനിമയിലെ പപ്പുവിന്റെ ഡയലോഗ് ഇപ്പോ ശരിയാക്കി തരാമെന്ന സ്ഥിരം മറുപടി കേട്ട് ഇവർ മടുത്തു. മഹാകവി ഏറെക്കാലം ദേവസ്വം ക്വാർട്ടേഴ്സിൽ താമസിച്ചപ്പോഴും സാഹിത്യ അക്കാദമിയിലേക്ക് വരുമ്പോഴും സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന റോഡായതിനാലാണ് മഹാകവിയുടെ പേര് ഈ റോഡിന് നൽകിയത്. വടക്കേച്ചിറയെക്കുറിച്ച് കവിത എഴുതാൻ പോലും തയ്യാറായ കവിയെ സാംസ്കാരിക നഗരി അപമാനിക്കുന്നതായാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്മാരക സമിതിയുടെ പരാതി. 6 തവണയെങ്കിലും ഞങ്ങൾ കോർപ്പറേഷനിൽ പോയി അതൊന്ന് നേരെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലതവണ എഴുതി കൊടുത്തിട്ടുണ്ട്. മേയറെ കണ്ടു പറഞ്ഞു, അതിൻ്റെ സെക്ഷനിൽ പോയി പറഞ്ഞു. അപ്പോഴൊക്കെ അവർ പറഞ്ഞ് ഇപ്പം ചെയ്യാം എന്ന് പറയും. ഇതുവരെ അത് ചെയ്തിട്ടില്ല. എന്താ അവരത് ചെയ്യാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരുപാട് സാംസ്കാരിക സംഘടനകളുണ്ട്. ഇവർക്കൊക്കെ ചെറിയ ചെറിയ ഓഫീസുകളായിട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യം. അങ്ങനെ ഈ കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഒന്ന് കേന്ദ്രീകരിക്കാൻ കോർപ്പറേഷൻ മുൻകൈ എടുക്കണ്ടേ? പറയുമ്പോഴൊക്കെ ശരിയാണ്, ചെയ്യാം എന്ന് പറയും. തൃശൂരിലെ സാംസ്കാരിക സംഘടനകൾക്ക് യോഗം ചേരുന്നതിനും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുമായി വൈലോപ്പിള്ളിയുടെ പേരിൽ
ഒരു സാംസ്കാരിക നിലയമെന്ന ആവശ്യം ഏറെക്കാലമായി വിവിധ വേദികളിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഒന്നും യാഥാർത്ഥ്യമായിട്ടില്ല. സ്ഥലം കണ്ടെത്തിയാൽ ഫണ്ട് ലഭ്യമാക്കാമെന്ന് ജനപ്രതിനിധികളുടെ വാഗ്ദാനമുണ്ടായിരുന്നു. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂൾ കോമ്പൗണ്ടിലോ മറ്റോ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു കെട്ടിടഭാഗം കോർപ്പറേഷൻ അനുവദിച്ചാൽ സാംസ്കാരിക സമുച്ചയം യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷന് വൈലോപ്പള്ളി സ്മാരക സമിതി നേരത്തെ നിവേദനം നൽകിയിരുന്നുവെങ്കിലും യാതൊരു അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല. ഒല്ലൂരിൽ വൈലോപ്പള്ളിയുടെ പേരിലുള്ള സ്കൂൾ കോളേജാക്കിയപ്പോൾ വൈലോപ്പള്ളി സ്മാരക കോളേജ് എന്ന് പേര് നൽകാമെന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം. അതും അവഗണിക്കപ്പെടുകയായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വൈലോപ്പള്ളിയുടെ എല്ലാ സൃഷ്ടികളും സമാഹരിച്ച് വൈലോപ്പള്ളി ബിബ്ലിയോ എന്ന ഗ്രന്ഥസമാഹാരം പുറത്തിറക്കാനും അദ്ദേഹത്തിന്റെ കവിതകൾക്ക് സംഗീത ദൃശ്യാവിഷ്കാരങ്ങൾ ഒരുക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് വൈലോപ്പള്ളി സ്മാരക സമിതി. TCV ന്യൂസ്, തൃശൂർ. വൈലോപ്പിള്ളി, ഇടശ്ശേരി, പി. കുഞ്ഞിരാമൻ നായർ എന്നീ കാവ്യഗോപുരങ്ങൾക്കപ്പുറം വളരാൻ മലയാള കവിതയ്ക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ലെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വൈലോപ്പിള്ളി, ഇടശ്ശേരി, പി. കുഞ്ഞിരാമൻ നായർ എന്നിവർക്ക് ഒരു ഭാഷയിലും സമാനതകളില്ല. എഴുത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മൂപ്പെത്തിയ കവിയായിരുന്നു വൈലോപ്പിള്ളി. ചങ്ങമ്പഴിയുടെ വിയോഗത്തിൽ വൈലോപ്പിള്ളി എഴുതിയ കവിത ഏറെ അഗാധവും അവിസ്മരണീയവുമായിരുന്നു. അന്നത്തെ കാലത്തെ കവികൾ തമ്മിലുള്ള പാരസ്പര്യം കണ്ട് അക്കാലത്ത് ജീവിക്കാനായെങ്കിലെന്ന് താൻ മോഹിച്ചിട്ടുണ്ടെന്നും ആലങ്കോട് പറഞ്ഞു. പ്രൊഫസർ SK വസന്തൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് താറമ്പിൽ രാമകൃഷ്ണൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈലോപ്പിള്ളി സ്മാരക കവിതാ പുരസ്കാരം ഷീജ വക്കത്തിന് ചടങ്ങിൽ സമ്മാനിച്ചു. ഉപന്യാസ മത്സര ജേതാവിനുള്ള സമ്മാനദാനം സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ നിർവഹിച്ചു. ദ്വിദിന സാഹിത്യ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് TDA ചെയർമാൻ K. രാധാകൃഷ്ണൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. C. ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ TK കലമോൾ, K. രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കലിൽ നിയന്ത്രണമിട്ട കാർ ട്രാൻസ്ഫോർമറിൽ ഇടിച്ചു. തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം. കൊടുങ്ങല്ലൂരിൽ നിന്ന് മുളങ്ങുന്നത്തുകാവിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ 3 യാത്രക്കാരുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തൃശൂർ പട്ടാളം റോഡിലെ കുപ്പിക്കഴുത്ത് മാറ്റുന്നതിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പോസ്റ്റ് ഓഫീസ് കെട്ടിടം പൊളിച്ചു തുടങ്ങുമെന്ന് ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. തൃശൂർ MO റോഡിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ 1ാം നിലയിലാണ് പോസ്റ്റ് ഓഫീസിനായി സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. കെട്ടിടം പൊളിച്ചുകൊണ്ട് പോകുന്നതിന് 3,80,000 രൂപയുടെ ടെൻഡർ കഴിഞ്ഞ കൌൺസിൽ യോഗം അംഗീകരിച്ചിരുന്നു. ഓഫീസ് മാറ്റം സംബന്ധിച്ച് തീരുമാനങ്ങളും കരാറും ഉള്ളതിനാൽ കെട്ടിടം പൊളിക്കുന്നതിനും ഓഫീസ് മാറ്റത്തിനും തടസ്സമില്ലെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. 16.5 സെന്റ് സ്ഥലമാണ് പോസ്റ്റ് ഓഫീസിനുള്ളത്. പകരം അത്രയും സ്ഥലം കോർപ്പറേഷൻ പട്ടാളം റോഡരികിൽ തന്നെ പോസ്റ്റ് ഓഫീസിന് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ സ്ഥലം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ക്ഷേത്രവക സ്ഥലം കൈമാറ്റത്തിന് ക്ഷേത്ര ഭാരവാഹികളുമായി നേരത്തെ കൌൺസിൽ ധാരണയായിട്ടുണ്ടെങ്കിലും സമീപമുള്ള 2 വാടക മുറികളുടെ തർക്കം തീർന്നിട്ടില്ല. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആതിരോത്സവം തുടരുന്നു. 3ാം ദിവസവും ബാംഗ്ലൂർ ബ്രദേഴ്സ് MP ഹരിഹരൻ, B. അശോക് എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി അരങ്ങേറി. വയലിനിൽ തൃശൂർ C. രാജേന്ദ്രനും, മൃദംഗത്തിൽ തൃശൂർ B. ജയറാമും, ഘട്ടത്തിൽ G. മനോഹരനും പക്കമേളമൊരുക്കി. വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. ബുധനാഴ്ച കുടമാളൂർ ജനാർദ്ദനന്റെ പുല്ലാങ്കുഴൽ കച്ചേരി നടക്കും. ജിംഗിൾ ബെൽസ്. ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷം പാരിമിതിയിലെത്തുന്നത് ക്രിസ്മസ് കരോൾ സംഘങ്ങൾ നടത്തുന്ന വിളംബരം കൂടിയാകുമ്പോഴാണ്. ക്രിസ്മസ് സന്ദേശത്തെ നാടായ നാടെല്ലാം ആടിത്തിമർത്തെത്തിക്കുകയാണ് ഓരോ കരോൾ സംഘങ്ങളും. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നക്ഷത്രവുമെല്ലാം നിറം ചാർത്തിയ ഡിസംബറിന്റെ ക്രിസ്മസ് രാവുകളെ ഒരു ഉണർത്തുപാട്ട് കണക്കെ കൊട്ടിയുണർത്തുകയാണ് കരോൾ സംഘങ്ങൾ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ലോക നന്മയ്ക്കായി പിറന്ന യേശുവിന്റെ തിരുപ്പിറവി ആഘോഷം മാലോകരിൽ ഇന്നും ആദ്യമെത്തിക്കുന്നത് നാട്ടിൻപുറങ്ങളിലെ കരോൾ സംഘങ്ങളാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്രിസ്തീയ ഗാനങ്ങൾ ആലപിച്ച് നക്ഷത്ര വിളക്കുകളുടെ ശോഭയിൽ കൈനിറയെ സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ്മസ് പാപ്പമാരെ അത്യന്തം ആവേശത്തോടെയാണ് ഏവരും വരവേൽക്കുന്നത്.
സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമുണർത്തി പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും കരോൾ സംഘങ്ങൾ ഭവനങ്ങൾ തോറും സന്ദർശനം നടത്താറുണ്ട്. കാലങ്ങൾ പിന്നിട്ടിട്ടും കരോൾ പകിട്ടിന് ഇന്നും മങ്ങലേറ്റിട്ടില്ല. യുവാക്കളുടെ കൂട്ടായ്മയും നാനാജാതി മതസ്ഥർ സംഗമിക്കുന്ന സാഹോദര്യ പെരുമ നിറഞ്ഞ ആഘോഷങ്ങളിലൊന്നായി ക്രിസ്മസിനെ നിലനിർത്തി പോകുന്നതിന്റെ സുപ്രധാന പങ്കുമാണ് കരോൾ സംഘങ്ങൾ വഹിക്കുന്നത്. നക്ഷത്രങ്ങൾ തെളിയുന്ന ഡിസംബറിന്റെ ആദ്യ വാരങ്ങളിൽ തന്നെ കരോൾ സംഘങ്ങളും ഗ്രാമനഗരങ്ങളിൽ ക്രിസ്മസ് വിളംബരം കൊട്ടിപ്പാടി തുടങ്ങും. ക്രിസ്തീയ ദേവാലയങ്ങളിലും ക്ലബ്ബുകളിലുമുള്ള യുവ കൂട്ടായ്മകളാണ് കരോൾ സംഘങ്ങളുമായി മുൻപന്തിയിലെത്തുന്നത്. നന്മയും കൂട്ടായ്മയും പാടി സ്തുതിക്കാൻ സിനിമ മുതൽ നവസമൂഹ മാധ്യമങ്ങളടക്കമുള്ളവ എന്നും ആശ്രയിക്കുന്നത് ക്രിസ്മസ് കരോൾ എന്ന ആത്മീയ ആഘോഷത്തെയാണ്. സമാധാനപ്പിറവിക്കായി ലോകം കാത്തിരുന്ന ആ ക്രിസ്മസ് രാവിന്റെ ആഘോഷാവേശം വിതച്ച് കരോൾ സംഘങ്ങൾ നാടുണർത്തുകയാണ്. നന്മയുടെ നാളേക്കായി. പ്രത്യാശയുടെ നക്ഷത്ര ശോഭയുമായി എത്തിയ ക്രിസ്മസിനെ വരവേൽക്കാൻ സ്വർണ്ണാഭരണശാലകൾ ഒരുങ്ങി. യേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി ആഘോഷിക്കുന്ന ക്രിസ്മസിനായി സ്വർണ്ണവിപണിയും സജ്ജമായി കഴിഞ്ഞു. തൃശൂരിലെ സ്വർണ്ണാഭരണശാലകളിൽ ആഭരണം തേടിയെത്തുന്നവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ പ്രശ്നമാക്കാതെ ഇവ സ്വന്തമാക്കുന്നതിനായി നഗരത്തിലെ ഭൂരിഭാഗം ജ്വല്ലറികളിലും വൻ തിരക്കാണിപ്പോൾ. പ്രതീക്ഷകളുടെ നക്ഷത്രശോഭയുമായി എത്തിയ ക്രിസ്മസിനെ സ്വർണ്ണവർണ്ണമാക്കാനായി ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പാരമ്പര്യ ആഭരണങ്ങളുടെയും പുതിയ ഫാഷനിലുള്ള ഡിസൈൻ ആഭരണങ്ങളുടെയും വലിയ ശേഖരം ജ്വല്ലറികളിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വൻ ശേഖരവും ഉണ്ട്. ക്രിസ്മസിനോടനുബന്ധിച്ച് നിരവധി സമ്മാന പദ്ധതികളാണ് ജ്വല്ലറികളിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഉപഭോക്താക്കളെ സ്വീകരിക്കാൻ ഷോറൂമുകൾക്ക് മുന്നിൽ ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളും നിറഞ്ഞു കഴിഞ്ഞു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കാൻ നാടെങ്ങും ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ വൻകിട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഇക്കുറി മത്സരിച്ചാണ് ക്രിസ്മസ് പാപ്പയെ അലങ്കരിച്ചിരിക്കുന്നത്. ഡിസംബറിലെ രാവുകൾക്ക് മനോഹാരിതയേകി കടകളിൽ സജ്ജമാക്കിയിരിക്കുന്ന ക്രിസ്മസ് ട്രീകളും വൻ നക്ഷത്രങ്ങളും കാണികൾക്ക് വിസ്മയമാകുകയാണ്. യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന സുദിനം അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കാൻ നാടും നഗരവും ഒരുങ്ങുമ്പോൾ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാനായി പുത്തൻ കാഴ്ചകളുമൊരുക്കി ജില്ലയിലെ പ്രമുഖ ആഭരണശാലകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടനെല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ക്രിസ്മസ് കരോൾ ഘോഷയാത്രാ മത്സരം ജിംഗിൾ ബെൽസ് 2015 വർണ്ണാഭമായി. ഉല്ലൂർ മാലാഖയുടെ പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 9 ടീമുകളാണ് പങ്കെടുത്തത്. ഉല്ലൂർ പള്ളി വികാരി ഫാദർ നോബി അമ്പൂക്കൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. കുട്ടനെല്ലൂർ പള്ളി വികാരി ഫാദർ ജിജു ജോർജ് അറക്കത്തറ, കോളിൻസ് ടെക്കാലയ്ക്കൽ, കൌൺസിലർ കരോളി ജോഷ്വ, സ്റ്റൈൻ ജോസഫ്, ഷാജു കൈതത്തറ, സ്റ്റീവ് ഗബ്രിയേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഘോഷയാത്ര കുട്ടനെല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിൽ സമാപിച്ചു. ഒന്നാം സമ്മാനമായി 25,001 രൂപയും 2ാം സമ്മാനമായി 20,001 രൂപയും 3ാം സമ്മാനമായി 15,001 രൂപയും കൂടാതെ മത്സരത്തിൽ പങ്കെടുത്ത മറ്റ് ടീമുകൾക്ക് 10,000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും നൽകി. ചക്കാലിക്കൽ സദൻ ജ്വല്ലറിയാണ് ഘോഷയാത്രയുടെ മുഖ്യ സ്പോൺസർ. മനോഹരമായ പ്ലോട്ടുകളും മാലാഖമാരും ക്രിസ്മസ് പാപ്പാമാരും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ അണിനിരന്നു. വയലത്തൂർ സെന്റ് സിറേക്ക് പള്ളിയുടെ ക്രിസ്മസ് കാർണിവലിന് തുടക്കം കുറിച്ച് ക്രിസ്മസ് കരോൾ നടത്തി. 100ഓളം ക്രിസ്മസ് പാപ്പാമാരും മാലാഖമാരും കരോളിൽ പങ്കെടുത്തു. അലങ്കരിച്ച പുൽക്കൂടും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. ട്രസ്റ്റിമാരും കുടുംബസംഗമ പ്രസിഡന്റുമാരും ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. വ്യാഴാഴ്ച കാർണിവൽ ഈ മാസം 27 വരെ നീണ്ടുനിൽക്കും. വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ കൌൺസിലർമാർക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന സ്വീകരണ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോസ് തെക്കേത്തല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ലെനിൻ മുഖ്യാതിഥിയായിരുന്നു. ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി, കൌൺസിലർ അനൂപ് ഡേവിസ് കാട, ജോയ് പ്ലാശ്ശേരി, മിൽട്ടൺ ജെ തലക്കൂട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു.
അസഹിഷ്ണുതയ്ക്കെതിരെ അവാർഡുകൾ തിരിച്ചു നൽകിയവരെയും പ്രതിഷേധിക്കുന്നവരെയും രാജ്യദ്രോഹികളായി ഭരണകൂടം മുദ്രകുത്തുകയാണെന്ന് പ്രശസ്ത കവി സച്ചിദാനന്ദൻ പറഞ്ഞു. തൃശൂരിൽ ഫാസിസവും പ്രതിരോധവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നത്. ഭരണഘടനയെ തൊട്ട് അധികാരമേറ്റവർക്ക് ഷാറൂഖ് ഖാനെ പോലെയുള്ളവരോട് രാജ്യം വിടാൻ പറയാനുള്ള അധികാരം എങ്ങനെ ലഭിച്ചെന്ന് മനസ്സിലാകുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും ഭ്രഷ്ട് കൽപ്പിക്കുന്ന ദേശീയ ബോധമാണ് നിലവിലുള്ളതെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. ഐ ഗോപിനാഥ് എഡിറ്റ് ചെയ്ത ബീഫിന്റെ രാഷ്ട്രീയം എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജനനീതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഐ ഗോപിനാഥ്, സംവിധായകരായ കെ പി ശശി, ജോർജ് പുലിക്കുത്തിയിൽ എന്നിവർ പങ്കെടുത്തു. ഭാരതത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്ത സംഗീതോത്സവത്തിന്റെ 3ാം ദിവസം പ്രശസ്ത നർത്തകി അതിഥി ഭഗവതിന്റെ കഥക് അരങ്ങേറി. ബുധനാഴ്ച ഗീത പത്മകുമാർ കുച്ചിപ്പുടി അവതരിപ്പിക്കും. നൃത്ത സംഗീതോത്സവം വ്യാഴാഴ്ച സമാപിക്കും. കാർഷിക സർവകലാശാലയുടെയും കോർപ്പറേഷന്റെയും സംയുക്ത സംരംഭമായ ലാംസന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കെഎസ്ആർടിസി ഡിപ്പോയിൽ ശുചീകരണം നടത്തി. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ സുകന്യ ബി മേനോൻ, VP ജോസഫ്, KSRTC ഡിപ്പോ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KN വിശ്വനാഥൻ, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ VM താജുദ്ദീൻ, ലീഗൽ വിഭാഗം ഓഫീസർ CB ഗിരീഷ് കുമാർ, വിജിലൻസ് സ്ക്വാഡ് ഓഫീസർ VK സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. KSRTC ഡിപ്പോയിലെ ജീവനക്കാരെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കിയ മാലിന്യ പ്രശ്നത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം TCV വാർത്ത നൽകിയിരുന്നു. തട്ടിപ്പ് കേസിലെ പിടികിട്ടാപ്പുള്ളികളെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള LP സ്ക്വാഡ് പിടികൂടി. പാണഞ്ചേരി തെക്കുംപാടം സ്വദേശി വെള്ളാരിങ്ങൽ ബേബി, എടത്തിരിഞ്ഞി തെറ്റയിൽ സ്വദേശി മുദ്രയടത്ത് പറമ്പിൽ ശശിധരൻ എന്നിവരെയാണ് പിടികൂടിയത്. 2011 കേസിനാസ്പദമായ സംഭവം. 15% ലാഭവിഹിതത്തോടുകൂടി തവണകളായി പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് 6,79,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഇവരെ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചിരുന്നു. തട്ടിപ്പ് നടത്തിയതിന് ഇവർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 4 കേസുകൾ നിലവിലുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ CPOമാരായ വിനോദ് N ശങ്കർ, ശശിധരൻ, പ്രീബു എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. നഗരങ്ങളിലെ വീടുകളിൽ ശൌചാലയങ്ങളുടെ നിർമ്മാണം അടുത്ത മാർച്ചിൽ പൂർത്തിയാക്കുമെന്ന് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വാസുകി പറഞ്ഞു. കോർപ്പറേഷൻ മേയർമാർക്കും നഗരസഭാ ചെയർമാൻമാർക്കും മുളങ്കുന്നത്തുകാവ് കിലയിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ധനകാര്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി EK പ്രകാശ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ രാജീവ് R ഗിരിജ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. തൃശൂർ സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ CP ആന്റണി രചിച്ച 1001 സാഹിത്യ പ്രതിഭകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. തൃശൂർ കാത്തലിക് സെന്ററിൽ നടന്ന പ്രകാശന ചടങ്ങ് വിദ്യാഭ്യാസ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ P ചിത്രൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സഹൃദയവേദി പ്രസിഡന്റ് ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ ക്രിസ്ലിൻ പുസ്തകം ഏറ്റുവാങ്ങി. മേരി വിജയം എഡിറ്റർ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, പ്രൊഫസർ VP ജോൺസ്, പ്രൊഫസർ ജോർജ് മേനാച്ചേരി, VK രാഘവൻ, പോൾ ചാണ്ടി, CJ റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഹാളിൽ നടന്ന ആഘോഷം ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN സോമകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ക്രിസ്മസ് സന്ദേശം നൽകി. ജില്ലാ സെഷൻസ് ജഡ്ജി KP സുധീർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. അസോസിയേഷൻ സെക്രട്ടറി KK വാരിജാക്ഷൻ, ഗവൺമെന്റ് പ്ലീഡർ പയസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്തെ തട്ടുകടകൾക്ക് നിയന്ത്രണം വരുന്നു. പരമ്പരാഗത ഭക്ഷണം വിളമ്പുന്ന രാത്രി തട്ടുകടകൾ ഒഴികെയുള്ള മുഴുവൻ വഴിയോര ഭക്ഷണ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ നഗരസഭ തീരുമാനിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റിന്റെ പരാതിയിലാണ് നടപടി. അസോസിയേഷൻ ഭാരവാഹികളായ ഉസ്മാൻ, ലബീബ് ഹസൻ, സുന്ദരൻ നായർ, അനൂജ് ദേവൻ എന്നിവർ ചേർന്നാണ് നഗരസഭയ്ക്ക് പരാതി നൽകിയത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും പാലിക്കാതെ നടത്തുന്ന തട്ടുകടകൾ നിയമത്തെ വെല്ലുവിളിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നഗരസഭയുടെ പക്ഷം. നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന വഞ്ചി തുഴയൽ മത്സരം അത്യന്തം ആവേശകരമായി. കടലിൽ 2 കിലോമീറ്ററോളം ദൂരത്തിൽ നടന്ന മത്സരത്തിൽ നിരവധി വള്ളങ്ങൾ പങ്കെടുത്തു. നാട്ടിക ബീച്ച് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് VV വിജയൻ മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. PV രാജു ക്യാപ്റ്റനായ ഹനുമാൻ ഗ്രൂപ്പ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. PC തിലകൻ നയിച്ച ശ്രീ മുത്തപ്പൻ 2ാം സ്ഥാനത്തെത്തി. PC ബാബു നയിച്ച മുത്തപ്പൻ കോതകുളം ബീച്ചിനാണ് 3ാം സ്ഥാനം. സംഘാടക സമിതി ചെയർമാൻ അനിൽ പുളിക്കൽ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ജില്ലാ സഹകരണ ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ശാഖയിൽ വൻ വെട്ടിപ്പ്. സ്വർണം പണയം വെച്ച് 5,19 ലക്ഷം രൂപ തട്ടിയെടുത്തു. വിരമിച്ച മാനേജർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ഏങ്ങണ്ടിയൂരിൽ പ്രവാസി വ്യവസായികളുടെ ഉടമസ്ഥതയിലുള്ള വെളിച്ചെണ്ണ ഫാക്ടറി കത്തിനശിച്ചു. 1.5 കോടി രൂപയുടെ നഷ്ടം. സ്റ്റാർ ഗ്രൂപ്പിന്റെ ധിക്കാരപരമായ നിലപാടിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. സിഒഎ ബുധനാഴ്ച കൊച്ചിയിലെ ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കൊരട്ടി മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കർശന നിർദ്ദേശം. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് അവസാനിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അന്ത്യശാസനം. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന തൃശൂർ KSRTC സ്റ്റാൻഡിൽ അനധികൃത ക്യാന്റീൻ നിർമ്മാണം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് പുതിയ ക്യാന്റീൻ സ്ഥാപിക്കുന്നതെന്ന് ആക്ഷേപം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വേലൂപ്പാടം പൌണ്ട് കാരിക്കുളം മേഖലയിൽ വീണ്ടും മഞ്ഞപ്പിത്തം പടരുന്നു. പ്രദേശത്ത് 21 പേർക്ക് രോഗലക്ഷണം കണ്ടെത്തി. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ കരയിലുള്ള മരങ്ങൾ സ്വകാര്യ വ്യക്തി അനധികൃതമായി മുറിച്ചുമാറ്റിയ സംഭവം അന്വേഷിക്കാൻ റവന്യൂ സംഘമെത്തി. മരങ്ങൾ മുറിച്ചുമാറ്റിയതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Chungat Jewelry.